രണ്ടാമത്തെ ടെക്നിക്ക് എന്നുള്ളത് ആംബിഗ്വസ് നോട്ട് മേക്കിംഗ് ആണ്. എന്താണ് ആംബിഗ്വസ് നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇനി നോട്ട് എഴുതുമ്പോൾ മേ ബി ഡിലേഡ് നോട്ട് മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഇനി ടെക്സ്റ്റ് നോക്കി നമ്മളൊരു ഷോർട്ട് നോട്ട് എഴുതുകയാണ് സോ ദാറ്റ് വി ക്യാൻ റിവൈസ് ജസ്റ്റ് ബിഫോർ എക്സാം അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എക്സാം. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ നോട്ട് എഴുതുമ്പോൾ ആ നോട്ട് നമ്മൾ എഴുതുന്നു, പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെനിക്കറിയാം. ബട്ട് ആക്ച്വലി നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ആക്ച്വലി ഒരു ആംബിഗ്വസ് നോട്ട് എഴുതുക. എങ്ങനെ ആംബിഗ്വസ് നോട്ട് എഴുതുക? ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ സെൽ എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഞാനൊരു സെല്ല് വരയ്ക്കുകയാണ്. എൻ്റെ ബയോളജി വളരെ മോശമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിനി ക്ഷമിക്കണം. ഞാനിതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, മേ ബി അതിന് ചുറ്റും ഒരു പ്ലാൻ സെല്ലാണെങ്കിൽ സെൽ വാൾ ഉണ്ട്, ഒരു മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലേ, സൈറ്റോപ്ലാസ് ഉണ്ട്, അതേപോലെ മേ ബി ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, പിന്നെ ഗോൾജൈ ബോഡീസ് ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാനതിൻ്റെ ഷേപ്പ് ഒന്നും കറക്റ്റ് ആക്കുന്നില്ല. നമ്മൾ സാധാരണ ഇതൊരു നോട്ടായിട്ട് എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ദിസ് ഈസ് ന്യൂക്ലിയസ് അല്ലേ, ദിസ് ഈസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദിസ് ഈസ് ഗോൾജൈ ബോഡീസ്, ഓക്കെ, ദിസ് ഈസ് സെൽ വാൾ അല്ലേ, ദിസ് ഈസ് എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ, ഓക്കെ, ദിസ് ഈസ് സൈറ്റോപ്ലാസം. ഇനി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതിൽ തന്നെ നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റും. നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട നോട്ട്സ് എഴുതാൻ. ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ ഈസ് പവർ ഹൗസ് ഓഫ് സെൽ. എൻ്റെ എഴുത്തൊക്കെ മോശമാണ്, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ കേൾക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എഴുതാം പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വാൾ, റൈറ്റ്, ആനിമൽ സെൽസ് ഡോണ്ട് ഹാവ് സെൽ വാൾ. ഓക്കെ, ഇതൊക്കെ ഞാൻ എഴുതിയ നോട്ടാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയുടെ തലേന്ന് റെഫർ ചെയ്യുന്നു. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ഏതിനു വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ നോക്കുന്നു അല്ലേ. അപ്പോൾ സെൽ വാൾ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, ഇതൊക്കെ അറിയാം. എൻഡോപ്ലാസ്മിക് അറിയാം, പ്ലാസ്മ മെംബ്രെയിൻ അറിയാം, സെൽ വാൾ, പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വാൾ, ആനിമൽ സെൽസിനില്ല, ഇതറിയാം. മൈറ്റോകോൺട്രിയ ഈസ് എ പവർ ഹൗസ് ഓഫ് സെൽ, ഇതറിയാം അല്ലേ. ഇങ്ങനെ നമുക്ക് എല്ലാം അറിയാമെന്ന് തോന്നുക ചെയ്യാം. ബട്ട് ആക്ച്വലി എക്സാം ഹാളിൽ എത്തിയിട്ട് പ്ലാന്റ് സെൽസിനാണോ ആനിമൽ സെൽസിനാണോ സെൽ വാൾ ഉള്ളത്, സെൽ വാൾ ഇല്ലാത്തത്, ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ എടുത്തു. ഇങ്ങനെ കോംപ്ലക്സ് എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നോട്ട് മേക്കിങ്ങിൻ്റെ പ്രശ്നം. ഇത് വളരെ പാസീവ് ലേണിംഗ് ആണ്. ഓക്കെ, ഇതൊരു പാസീവ് ലേണിംഗ് മെത്തഡോളജി ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് നമ്മളൊരു ആംബിഗ്വസ് നോട്ട് ആക്കുക. എങ്ങനെ ഇതിനൊരു ആംബിഗ്വസ് നോട്ട് ആക്കുക? കണ്ടോളൂ, ഞാൻ ആംബിഗ്വസ് നോട്ട് ആക്കുന്നത് കണ്ടോളൂ. ഞാൻ മേ ബി ഈ ഒരു സംഭവം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത് ഇവിടെ മായ്ച്ച് കളയുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ മേ ബി കുറച്ച് ഡോട്ട്സ് ഇടുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഗോൾജൈ ബോഡീസ് എന്നുള്ളത് മായ്ച്ച് കളയുന്നു. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഡോട്ട്സ് ഇടുന്നു. അതേപോലെ തന്നെ ഞാൻ പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ളത് മായ്ച്ച് കളയുന്നു. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഡോട്ട്സ് ഡാഷ് ഇടുന്നു. ഇനി നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. ഇതെന്താ സംഭവം? ഇതെനിക്കറിയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. അല്ല, എനിക്കറിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? മേ ബി ഐ ഹാവ് ടു റെഫർ ബാക്ക് ടു മൈ അതർ നോട്ട്സ് ഓർ മൈ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ഇത് ഗോൾജൈ ബോഡീസ് ആണ്, ഇതെനിക്ക് അറിയില്ല അല്ലേ. അതേപോലെ തന്നെ നമ്മൾ നോട്ട് എഴുതുമ്പോൾ മനഃപൂർവ്വം കുറച്ച് കാര്യങ്ങൾ വിടുക. ഫോർ എക്സാമ്പിൾ ഡാഷ് ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ, ഡാഷ് ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ, നമ്മളൊരു ആക്റ്റീവ് റീകോളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശ്രമിക്കുന്നു അല്ലേ. മൈറ്റോകോൺട്രിയ ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ, അല്ലെങ്കിൽ വേറെന്തോണോ പവർ ഹൗസ് ഓഫ് സെൽ, അല്ല എനിക്കറിയില്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഡയഗ്രാംസ് വരുന്നിടത്തോ അല്ലെങ്കിൽ കൂടുതൽ നോട്ട്സ് കൺഫ്യൂസിങ് സംഭവങ്ങൾ വരുന്നിടത്ത് ഒക്കെ നമുക്കിത് ചെയ്യാം അല്ലേ. പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വാൾ, പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വാൾ, ഡാഷ് സെൽ വാൾ, ആനിമൽ സെൽസ് ഡാഷ് സെൽ വാൾ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എന്താണ് പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വാൾ ആണോ, അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് സെൽ വാൾസ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൽ വാൾ ആണോ? നമുക്ക് ഓർത്തെടുത്താൽ നമ്മുടെ മെമ്മറിയിൽ അത് വീണ്ടും റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഓർത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിലോ നമുക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു? നമ്മൾ വീണ്ടും അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടെക്നിക്, ആംബിഗ്വസ് നോട്ട് മേക്കിംഗ്.